വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതി. രാവിലെ 7 മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പിൽ എല്ലായിടത്തും രാവിലെ മുതൽ മികച്ച പോളിംഗാണ് കാഴ്ചവെച്ചത്. അർദ്ധ കേരളം വിധിയെഴുതി. രാവിലെ 7-ന് തുടങ്ങിയ വോട്ടെടുപ്പിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങി 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. ദക്ഷിണ കേരളത്തിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 3 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ 11,168 വാർഡുകളിലെ വോട്ടർമാരാണ് പോളിംഗ് ബൂത്തുകളിലെത്തി തങ്ങളുടെ അടുത്ത ജനപ്രതിനിധിക്കായി വോട്ട് രേഖപ്പെടുത്തിയത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി 15,432 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരുന്നത്. രാവിലെ മുതൽ മികച്ച പോളിംഗ് ശതമാനമായിരുന്നു എല്ലായിടത്തും. പത്തനംതിട്ട ജില്ലയിൽ 10.5 ലക്ഷത്തിലധികം വോട്ടർമാരായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ബൂത്തുകളിൽ സമ്മതിദായകർക്ക് കുടിവെള്ളമടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതായി ജില്ലയിലെ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ എല്ലാ ബൂത്തുകളിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വോട്ടർമാർക്ക് വേണ്ടിയുള്ള കുടിവെള്ളം, അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം, ഷെയ്ഡ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചില ബൂത്തുകളിൽ നമ്മൾ പ്രായമായവർക്ക് വേണ്ടി അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വോളണ്ടിയേഴ്സിനെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. മാക്സിമം വോട്ടേഴ്സിനെ പങ്കെടുപ്പിക്കാനുള്ള രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ പത്തനംതിട്ടയിലെ പോളിംഗ് മുന്നോട്ട് പോകുന്നത്. ജില്ലയിലെ ആകെ 10,62,756 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ പുരുഷന്മാർ 4,90,779, സ്ത്രീകൾ 5,71,974, 3 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.